എത്ര മണിക്കാണ് സത്യപ്രതിജ്ഞ പറഞ്ഞേക്കുന്നേ? സമയം കണ്ടോ? 11:01. നിനക്ക് എവിടെ പോയി കിടക്കുവാണ് ഇത്രയും കൃത്യനിഷ്ഠയില്ലാത്തവന്മാരൊക്കെ? ആരാ സത്യപ്രതിജ്ഞ ചൊല്ലുന്നേ? ആ കൊള്ളാം. വേറെ ആരെയും കിട്ടിയില്ലേ? ആ പ്രായത്തിൽ മൂത്ത കോഴിന്ന് പറ. ഇത് കണക്കൊരു കോഴിയില്ല ഈ പഞ്ചായത്തില്. അവനെ തന്നെ വരുന്നുണ്ട് ആടിയോലഞ്ഞു. ഓ, ആരാ അത്? ഞാനെന്നിട്ട് ആരാ? സുകുമാർ. അയ്യോ, കണ്ണാടി എടുത്തില്ലല്ലോ. ശരി, ഞാൻ വന്നിട്ട് പറയാം. ഒരു ചടങ്ങുണ്ട്, സത്യപ്രതിജ്ഞ പറഞ്ഞു കൊടുത്തിട്ട് വരാം. നമസ്കാരം. അയ്യോ, ഇത് നമ്മുടെ വീണ മെമ്പർ അല്ലേ? എങ്ങോട്ടാണോ തീർച്ചയായും കൂടുതലും നിങ്ങളുടെ കൂടുതലൊന്നും എന്റെ വായിന് കേൾക്കരുത് കേട്ടോ. മര്യാദ തടഞ്ഞു. എന്നാ നമുക്ക് ചടങ്ങ് തുടങ്ങാം. എല്ലാവരുടെ അനുഭവത്തോടു കൂടി. എന്റെ മൂന്നൊക്കെ എന്തോ എഴുതി വെച്ചേക്കുന്നത് മാണ്ടിക്കാരെയാ. നേരെ മനസ്സിലുണ്ട്. ശരി ശരി ശരി. അപ്പൊ നമുക്ക് ചടങ്ങ് തുടങ്ങാം. എന്റെ പേപ്പർ മെമ്പറുടെ പേപ്പർ കൊടുക്കും. സത്യപ്രതിജ്ഞ ആ പേപ്പർ ഇങ്ങോട്ട് കൊടുക്കും. ഇയാള് കോടിക്കാരൻ തുടങ്ങിയിട്ട് നല്ലൊക്കെ വിളിച്ച് പറയുന്നത്. നമുക്കിനി അടുത്ത സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാം. മെമ്പർ ഒന്ന് സഹകരിക്കും. അതല്ല മെമ്പർ, ഞാൻ കണ്ണാടി എടുത്തില്ലേ ആദ്യത്തെ വായിക്കാൻ കാരണം തോപ്രാംകുടി പഞ്ചായത്തിലെ ആദ്യം ഞാനല്ലേ വായിച്ചു തരേണ്ടത്. ആദ്യം മെമ്പർ ആദ്യം ഒന്ന് പതുക്കെ വായിച്ചതാ. പഞ്ചായത്തിലെ ചെവി കുരുവ കേൾക്കാനല്ലോ പറയുന്നത്. ചെവി മുഖത്തിന് വായിക്കാനും എങ്ങനെ ചോദിച്ചടാ? തോപ്രാംകുടി പഞ്ചായത്തിലെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നന്ദി. ഇനി കയ്യും കൊടുക്കുന്നുണ്ട് കത്താടേശ്വരം ഇരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കാവുന്നു, എനിക്ക് വഴിയാണ്. എന്റെ പൊന്നു കുഞ്ഞ് ആദ്യം പോയി ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഓവന് കൊണ്ടിരിക്കും. എടാ നാളെ തൊട്ട് പഞ്ചായത്ത് കയറുന്നല്ലോ. ആദ്യം ഒരു കക്കൂസ് ഉണ്ടാക്കി നിങ്ങൾ അതിനകത്തിട്ട് മൂടാം. എന്നിട്ട് ആക്കി കഴിക്കും. അവന് വേണ്ടിട്ട് കക്കൂസ്